നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നേ. കൂടാതെ 3 ദിവസത്തെ അവധിയും കിട്ടി. അത് പ്രമാണിച്ച് ബാഗൊക്കെ ഒന്ന് കഴുകി ഉണങ്ങി. നല്ല വെയിലുള്ളത് കൊണ്ട് ബാഗൊക്കെ ഉണങ്ങി കിട്ടി. ഞങ്ങളാണെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പുറത്ത് വസ്തുവൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ ഒന്ന് പോയി. എല്ലാം കാട് കയറി കിടക്കുകയാണ്. ഇടയ്ക്ക് കാട് തെളിച്ചതേ ഉള്ളൂ. നമുക്ക് ഈ ഭാഗത്തോട്ട് വീടൊക്കെ വെക്കാനുള്ളതാണ്. അപ്പം കുറച്ച് ഭാഗം കൃഷി ചെയ്യുന്നുണ്ട്. വാഴ കൃഷിയും കോലിഞ്ചി കൃഷിയൊക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, 10 സെൻറ്റ് സ്ഥലം അതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വേറെ 10 സെൻറ്റ് നമുക്ക് വീട് വയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പം അവിടോട്ട് ഇടയ്ക്കൊന്ന് പോകണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് മിസ്സാവും. വാഴക്കൊല പലതും കൊലച്ച് കായായിട്ട് കിളികളൊക്കെ അരിഞ്ഞങ്ങ് പോയി. ചേട്ടനാണെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടൊന്നും പോകാറേ ഇല്ല. ഞായറാഴ്ച ചെറിയ വർക്കൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. ഞാനൊട്ട് പോയിട്ടും കഥയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞാനൊന്ന് പോകും ഇടയ്ക്ക്, എന്നിട്ട് വീട്ടിൽ വന്ന് പറയും ഇന്നതുപോലാന്നൊക്കെ. ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ്. കുഞ്ഞുമ്മയുടെ അവിടെ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ വർത്തമാനം പറഞ്ഞും 1-2 മണിക്കൂറൊക്കെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നേ. വലുതായില്ലേ? വലുതായല്ലോ. കഴിഞ്ഞിടയ്ക്ക് 3-4 വാഴക്കൊല ഉണ്ടായിരുന്നേ. വിളയുമ്പം പഴിപ്പിക്കാമെന്നും കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് നിർത്തിയിരുന്നത്. പക്ഷേ അതും കിളി അരിഞ്ഞു പോയി. നമ്മൾ വരാത്തതുകൊണ്ട് അതെല്ലാം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ കൊലയെന്ന് പറഞ്ഞാൽ ഇത് വിളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത് ഒരുവിധം ചാഞ്ഞു. പിന്നെ ഇനി അത് തറയെ പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തോരനൊക്കെ വെക്കാം. അങ്ങനെ വെട്ടിയതാണേ. ഞാൻ കളിയാക്കുന്നുണ്ട്, ഓണത്തിനേക്കുള്ള കായെന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടേ. ശ്രീക്കുട്ടനാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയാൽ പിന്നെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തേ ഇല്ല. എവിടെ ചെന്നാലും മെനയാണ്. നമുക്കൊരു വീട്ടിലൊക്കെ കൊണ്ടിരുത്താൻ പറ്റത്തില്ല. അവിടെ എല്ലാം റിപ്പയറും കൊണ്ടങ്ങ് കയറും. അപ്പം ഞാൻ പിന്നെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതുവഴി നടക്കുകയായിരുന്നു. നല്ല രസം അതുവഴി നടക്കാനൊക്കെ ഉണ്ട്. നല്ല തണലൊക്കെ ഉണ്ട്. അല്പം വെയിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നടക്കുന്നിടത്ത് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളിടത്തോട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ശ്രീക്കുട്ടനോട് തേരാപ്പാര അതുവഴിയൊക്കെ നടക്കുമായിരുന്നു. ചേട്ടൻ അതിനകത്തിറങ്ങി ഓരോന്നൊക്കെ നോക്കുമായിരുന്നു. വാഴക്കൊലയൊക്കെ നോക്കുമായിരുന്നു. അത്യാവശ്യം കോലിഞ്ചിയാണ് നട്ടിരിക്കുന്നത്. കോലിഞ്ചി ഇനിയിപ്പോൾ ഈ കൊല്ലം കിളയ്ക്കാറായി. 4ാമത്തെ കൊല്ലമാണ് കോലിഞ്ചി കിളച്ചെടുക്കുന്നത്. അപ്പോൾ 4 കൊല്ലമായ കോലിഞ്ചിയാണ്. എല്ലാം കായൊക്കെ ആയി, പൂവും കായൊക്കെ ആയി. പൂ കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഇതളാണ് അതിൻ്റെ കൊഴിഞ്ഞു പോകുന്നത് തോന്നുന്നു. അത് ബാക്കി ആ പൂവെ തന്നെയാണ് ഈ കായെ. കണ്ട ഏലക്ക പോയിരിക്കുക. അപ്പോൾ ചേട്ടൻ പറയാം ഞങ്ങൾക്ക് ഏലം കൃഷി ഉണ്ടെന്നൊക്കെ അവിടെ ചേച്ചിയോടൊക്കെ പറയുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ടാൽ ഏലം പോലെയുണ്ടേ. അങ്ങനെ നല്ലൊരു വാഴക്കുല കിട്ടി. അതൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോന്നു. ചേട്ടൻ വണ്ടിയിൽ അതെല്ലാം കൊണ്ടുവന്നു. ഞാനും കുറച്ച് ഭാഗം വരെ വണ്ടിയിരുന്ന് വന്നു. പിന്നെ കുറച്ച് ഭാഗം നടന്നു വന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടോ? ഇതാണ് ബെറ്റാഡിയൻ ചെടിയെ. ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയാണോ കറക്റ്റ് പേരെന്ന് എനിക്കറിയത്തില്ല. മുറിവൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഒരു കറ ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ പൊളന്നിരിക്കുന്ന മുറിവൊക്കെ ജോയിൻ്റ് ആകും കേട്ടോ. ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. കൈയൊക്കെ മുറിയുമ്പോഴേ. അപ്പം അങ്ങനെ നല്ലൊരു ചെടിയാണ്. എനിക്ക് ഇവിടെ ഒരു മൂടുണ്ട്. ഇത് മാമൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണേ. മാമി കുറേ വയറേയുമായിട്ട് വന്ന് അവൻ്റെ കൂടെ ഒന്ന് ചുമ്മാ ഒരു രസത്തിന് അവനോടത് തോക്കൊക്കെ ഉണ്ടല്ലോ, അത് വെടി വെക്കണമെന്നൊക്കെ പറയുകയാണ്. കുറച്ചേറെ വയറാണ് കിട്ടി. മാമിയും കുറച്ച് കൊണ്ടുവന്നു, ഞങ്ങളും കുറച്ച് പോയ വഴിക്ക് കൊണ്ടുവന്നു. അങ്ങനെ മുയലമ്മയുടെ കാര്യം ഒരാഴ്ചത്തേക്കിന് കുശാലായി. അപ്പോൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കപ്പ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. വന്നപ്പോഴാണ് തേങ്ങ ചിരകി പെട്ടെന്ന് അരപ്പൊക്കെ എടുത്ത് ഇളക്കിയെടുത്തത്. ചേട്ടനാണെങ്കിലും ചൂടോട് കഴിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോഴത്തേക്കിനൊരു 2 മണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് കേട്ടോ. ഇനി ദേവുവിനെ ഡാൻസ് സ്കൂളിൽ വിട്ടേക്കുന്നു. അത് വിളിക്കാൻ പോകണം. അങ്ങനെയൊക്കെയുള്ള തിരക്കുകളാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ല. കുഞ്ഞമ്മയുടെ അവിടെ പോയപ്പോൾ തന്നെ ഒന്ന് ഇരുന്നൊന്നുമില്ല. വെറുതെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്നു. രാവിലെ എണീക്കുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഇരിക്കാനും കിടക്കാനും ഒന്നും സമയമില്ല. ഞായറാഴ്ച ദിവസത്തെ കാര്യമാണ് കേട്ടോ. ജോലിക്ക് പോകുന്നിടത്ത് ഇരിക്കാനൊക്കെ നല്ല സമയമുണ്ട്. പിന്നെ കുറച്ച് സമയം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി. കുറച്ച് ദിവസമായിരുന്നു ക്ലീൻ ആകാതെ കിടക്കുമായിരുന്നു. അപ്പോൾ സമയം കണ്ട് ഞാൻ ഞായറാഴ്ചയല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്തു. വൈകുന്നേരം ശ്രീജുവിന് പേര് മാറിപ്പോയി. ദേവുവിന്, ശ്രീകുട്ടൻ്റെ പേര് ശ്രീജു എന്നാണ്. ദേവുവിന് കുറച്ച് ശ്രീകൃഷ്ണേന്ത്യയോടനുബന്ധിച്ച് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു. അതിന് ഞാനും ദേവുകൂടെ പോയി. ഞങ്ങളൊരു 7 മണി 7:15 കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ടൗണിലോട്ട് അധികം ദൂരം ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ എത്താം. 10 മിനിറ്റ് പോലും എടുക്കത്തില്ല. വന്നു, കുറച്ച് സാധനങ്ങളൊക്കെ
അവൾക്ക് ആവശ്യമുള്ളത്. ടീച്ചർ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം വാങ്ങിച്ചു. നമുക്കങ്ങനെ ഒരുപാട് പൈസയില്ല, ഓണമൊക്കെ ആയിട്ട് ഒരുപാട് പൈസയൊന്നുമില്ല കളയാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കടകളിലൊക്കെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് റെൻറ്റിനെടുക്കുകയാണ്, ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ റെൻറ്റിനെടുക്കുകയാണ്. അവരുടെ ഡാൻസ് സ്കൂളിൽ നിന്നാണേ. അപ്പോൾ അങ്ങനെ അത് കൂടാതെ നമ്മൾ വാങ്ങിക്കേണ്ട ഐറ്റംസാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ശ്രീകുട്ടൻ ഞങ്ങളോടൊരു കാറൊക്കെ ഓർഡർ ചെയ്താണ് വിട്ടത്. അവിടെ ഞങ്ങൾ തിരക്കിയിട്ട് ഏറ്റവും പീക്കറി ഒരു കാർ വാങ്ങിച്ചു. അവന് വലിയ കാർ വാങ്ങിച്ചാലും ചെറിയ കാർ വാങ്ങിച്ചാലും ഒരു ദിവസത്തേക്കിനേ ഉള്ളൂ, തല്ലിപ്പൊട്ടിച്ചാൽ കളയുക, അങ്ങനെയാണ് കക്ഷി. അപ്പം ഞങ്ങൾ ചെറിയ കാറൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങൾ വന്നപ്പോഴത്തേനും കക്ഷി അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെയാണ് കാര്യം. ഞാനപ്പോൾ ചേട്ടന് പറഞ്ഞു കുഞ്ഞിനെ ഉറക്കിയോ, കാറും കൊണ്ടാണ് വന്നത്. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഓണമെന്ന് കക്ഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.